നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ FCRA നിയമ ഭേദഗതി കത്തിപ്പിടിക്കുന്നു. കഴിഞ്ഞയാഴ്ച കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച FCRA നിയമ ഭേദഗതി ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത്. ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഇത് മതപരിവർത്തനം തടയാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പറഞ്ഞത് ആശങ്കയുടെ ആഴം കൂട്ടി. FCRA പുതുക്കാതിരിക്കുകയോ ലൈസൻസ് റദ്ദാക്കപ്പെടുകയോ ചെയ്താൽ അത് കാരണമാക്കി ദേവാലയങ്ങൾ അടക്കമുള്ളവ പിടിച്ചെടുത്ത് ഒരു അതോറിറ്റിക്ക് കീഴിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് വിവാദമായിരിക്കുന്നത്. കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ BJP ശ്രമിക്കുന്നതിനിടയിലാണ് ഇരുട്ടടി പോലെ FCRA വിവാദം കത്തിപ്പിടിച്ചിരിക്കുന്നത്. പ്രശ്നം ഏറ്റെടുത്ത് പ്രചാരണം നടത്താൻ LDFും UDFും ശക്തമായി രംഗത്തിറങ്ങിയതോടെ BJP കടുത്ത പ്രതിരോധത്തിലായി. ഇതോടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ക്രൈസ്തവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് വിവാദം തണുപ്പിക്കാൻ ശ്രമിച്ചു. കത്തോലിക്ക സഭയ്ക്ക് പിന്നാലെ ഓർത്തഡോക്സ് സഭയും രൂക്ഷ വിമർശനവുമായി ഇന്ന് രംഗത്ത് വന്നു. ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ BJPക്ക് ഇരട്ടത്താപ്പാണോ എന്ന് സംശയമുണ്ടെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ തുറന്നടിച്ചു. ഒരു വശത്തുകൂടി കേക്കും സൽക്കാരവുമായി BJP നേതാക്കൾ അരമനകൾ കയറിയിറങ്ങുമ്പോൾ മറുവശത്ത് ഞെരുക്കുന്ന നടപടികൾ സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യാതൊരു കാരണവുമില്ലാത്ത 2 FCRA അക്കൗണ്ടുകൾ റദ്ദാക്കിയിട്ട് ഇതുവരെ കാരണം പോലും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. FCRA ഭേദഗതിയിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബില്ലിലെ ചില വ്യവസ്ഥകൾ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. അനുമതി പുതുക്കുന്നതിനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ കാലാവധിക്കുള്ളിൽ പുതുക്കൽ ലഭ്യമാകാതെ ആയാലോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയതായി കണക്കാക്കുമെന്നതാണ് പുതിയ വ്യവസ്ഥ. കേന്ദ്ര സർക്കാർ ഈ ഭേദഗതിയുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പിന്തിരിയണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉയരുന്ന ഈ ആശങ്കകൾ യുക്തിസഹവും ഗൗരവമുള്ളതുമാണ്. ഇത് സംബന്ധിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ആശങ്കകൾ ദൂരീകരിച്ച ശേഷമേ ബില്ലിന്റെ തുടർ നടപടി സ്വീകരിക്കാവൂ എന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആയുധമാണ് പുതിയ FCRA ഭേദഗതിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വ്യക്തമായ ഗൂഢലക്ഷ്യങ്ങളോടെയാണ് ബിൽ പാസാക്കിയത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ ഇതിന് മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉത്തരേന്ത്യയിൽ വൈദികരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് നാം കണ്ടതാണ്. അതിന്റെ തുടർച്ചയാണിത്. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനമന്ത്രിക്ക് വിഷയമേ അല്ലാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. FCRA ഭേദഗതി ബിൽ സുതാര്യതയ്ക്ക് വേണ്ടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. FCRA ഭേദഗതി ബിൽ ആരെയും ബാധിക്കില്ല. നിയമ ഭേദഗതി ഒരു വിഭാഗത്തിനും എതിരല്ലെന്നും തെറ്റ് ചെയ്താൽ മാത്രമാണ് നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലായിൽ തോൽക്കാൻ പോകുന്നത് കൊണ്ടാണ് പള്ളികളെ ഏറ്റെടുക്കുമെന്ന് ജോസ് കെ മാണി പറയുന്നത്. വിദേശ സംഭാവനയിൽ സുതാര്യത ഉറപ്പാക്കാനാണ് ബിൽ. കിരൺ റിജിജുവുമായി സംസാരിച്ചിരുന്നു. പേടി വേണ്ടെന്ന് റിജിജു അറിയിച്ചിട്ടുണ്ട്. അമിത്ഷായുമായും താൻ സംസാരിച്ചു. സഭകൾക്ക് ആശങ്ക വേണ്ടെന്നും ദുരുപയോഗം തടയാൻ മാത്രമാണ് ഭേദഗതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് നേരിടുന്നത് BJP LDF സംയുക്ത സഖ്യത്തെയാണ്. പത്തനംതിട്ട അടൂരിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. ശബരിമലയിൽ സ്വർണം കട്ടതും അവിടെ എന്താണ് നടന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറന്നുപോയി. BJP അവരെ എതിർക്കുന്ന എല്ലാവരെയും ആക്രമിക്കും. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നീക്കവും നടത്തുന്നില്ല. ഇത് ഡീലിന്റെ തെളിവാണ്. എനിക്കെതിരെ 36 കേസുകളുണ്ട്. LDF നേതൃത്വം അഴിമതിക്കാരാണ്. LDF സർക്കാർ BJP നിയന്ത്രണത്തിലാണ്. പ്രധാനമന്ത്രി എവിടെ പോയാലും മതത്തെപ്പറ്റിയും ദൈവത്തെപ്പറ്റിയും പറയും. പക്ഷേ ഇന്നലെ കേരളത്തിൽ വന്നപ്പോൾ ശബരിമലയെപ്പറ്റി അദ്ദേഹം മറന്നുപോയെന്നും രാഹുൽ പരിഹസിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ സംവാദ വെല്ലുവിളി ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിന്റെ സംവാദ വെല്ലുവിളി വളരെ നല്ല കാര്യമാണെന്നും ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം നിയമസഭയാണെന്നും എന്നാൽ അവിടെ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം കടക്കണിയിലല്ലെന്നും അതൊരു രാഷ്ട്രീയ പ്രചാരണം മാത്രമാണെന്നും ഉറച്ച സാമ്പത്തിക ഭദ്രത കേരളത്തിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സംവാദത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാനെത്തും, ബാക്കി ജനം തീരുമാനിക്കട്ടെ എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ പുലർച്ചെയുണ്ടായ 2 അപകടങ്ങളിലായി 3 യുവാക്കൾ മരിച്ചു. മട്ടാഞ്ചേരിക്ക് സമീപം നസ്രത്തിൽ പുലർച്ചെ 1 നടന്ന അപകടത്തിൽ കാൽവിൻ ജേക്കബ്, സൂരജ് എന്നിവരാണ് മരിച്ചത്. യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലും മരത്തിലും ഇടിക്കുകയായിരുന്നു. ഇടക്കൊച്ചിയിൽ കണങ്കാട് പാലത്തിന് സമീപം 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് പള്ളുരുത്തി സ്വദേശിയായ അനന്തുവാണ് മരിച്ചത്. ബൈക്കിന്റെ പിന്നിലിരിക്കുകയായിരുന്നു അനന്തു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു യുവാവ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ എത്താത്തത് ചർച്ചയാകുന്നു. 19 പേർക്കാണ് അനുമതി നൽകിയിരുന്നത്. മറ്റ് 18 പേരും എത്തി. എന്നാൽ വിമാനത്താവളത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ അണ്ണാമലൈ ഉണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ BJPക്ക് കൂടുതൽ സീറ്റ് ലഭിക്കാത്തതും അനുയായികൾക്ക് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കാത്തതുമാണ് അമർഷത്തിന് കാരണമെന്നാണ് സൂചന. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു.
സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.